ഒരു മുഴം മുൻപേ എറിഞ്ഞ ബി.ജെ.പി. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാന സീറ്റുകളിൽ 30 സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കാൻ ബി.ജെ.പി. തീരുമാനിച്ചു. ജനുവരി 12-ന് തിരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങും. നേമത്ത് രാജീവ് ചന്ദ്രശേഖറും കഴക്കൂട്ടത്ത് വി. മുരളീധരും സീറ്റ് ഉറപ്പിച്ചു. കെ. സുരേന്ദ്രന്റെ പേരാണ് പാലക്കാട് സജീവ പരിഗണനയിലുള്ളത്. ശോഭാ സുരേന്ദ്രന്റെ പേര് കായംകുളത്താണ് പരിഗണിക്കുന്നത്. അമിത്ഷാ ജനുവരി 11-ന് കേരളത്തിലെത്തും. മോദിക്ക് മുന്നേ അമിത്ഷായാണ് എത്തുക. ഇതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങാനാണ് ബി.ജെ.പി. തീരുമാനം. താൻ നേമത്ത് മത്സരിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ്. ഇതിനു പുറമെ കഴക്കൂട്ടത്ത് മുൻ സംസ്ഥാന അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയുമായ വി. മുരളീധരൻ മത്സരിക്കാനാണ് സാധ്യത. പാലക്കാട്ട് മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രനെയും കായംകുളത്ത് ശോഭാ സുരേന്ദ്രനെയും പരിഗണിക്കുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ കായംകുളം മണ്ഡലത്തിൽ മുന്നിലെത്തിയിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ കഴിഞ്ഞെങ്കിലും പന്തളം ഉൾപ്പെടെ കൈവിട്ടു പോകില്ലെന്ന് കരുതുന്ന പ്രധാനപ്പെട്ട നഗരസഭകൾ LDF നേടുന്ന സാഹചര്യമുണ്ടായി. വോട്ടുകളിലും കണക്കുകളിലും തിരിച്ചടിയുണ്ടായതായാണ് വിലയിരുത്തൽ. അതിനിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് ലക്ഷ്യമിട്ട ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ വട്ടിയൂർക്കാവോ തൃശൂരോ വേണമെന്ന് സുരേന്ദ്രൻ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു. ആർ. ശ്രീലേഖയെ ലക്ഷ്യമിട്ടുകൂടിയാണ് നീക്കം. കെ. സുരേന്ദ്രൻ ഉറച്ചുനിന്നാൽ വട്ടിയൂർക്കാവിലേക്ക് പരിഗണിച്ചിരുന്ന ശ്രീലേഖയെ തിരുവനന്തപുരത്തേക്ക് മാറ്റും. പാലക്കാട് പ്രശാന്ത് ശിവന് നൽകണമെന്നും ആവശ്യമുയരുന്നുണ്ട്. പാലക്കാട് മണ്ഡലത്തിലും ബി.ജെ.പിക്ക് ശക്തമായ സാന്നിധ്യമുണ്ട്. ബി.ജെ.പി. എ ക്ലാസ് മണ്ഡലങ്ങളായി പരിഗണിക്കുന്ന നിയമസഭാ സീറ്റുകളാണിവ. വലിയ സ്വാധീനമുള്ള പാലക്കാട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മെട്രോമാൻ ഇ. ശ്രീധരനെ ഇറക്കി ബി.ജെ.പി. മത്സരിച്ചെങ്കിലും 3859 വോട്ടിന് ഷാഫി പറമ്പിലിന് പിന്നിലായി. ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ 18,000-ന് മുകളിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം കുറഞ്ഞയിടങ്ങളിൽ അഴിച്ചുപണിക്കും സാധ്യതയുണ്ട്.